താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാർക്സിസത്തിന്റെ പ്രപഞ്ചവീക്ഷണമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന ദർശനം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലേക്ക്, സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചാൽ, സന്നിവേശിപ്പിച്ചാൽ കിട്ടുന്നതെന്തോ. ഒന്നുകൂടി പറയാം.